ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കീപ് 2024 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കീം 2023 കട്ട് ഓഫ് ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഇയറിലെ തേർഡ് അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയായിരിക്കും ഏകദേശം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഗവൺമെൻറ് കോളേജസാണ് നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോളേജസിലോട്ട് പോകാം, റാങ്കിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ CET, അവിടെ 1.6K ആണ് ട്രിപ്പിളിക്ക് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ GEC തൃശ്ശൂരിൽ 4.5K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ TKMൽ 6.7K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ MAയിൽ 10K ആ റേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ട്രിപ്പിളിയിലേക്ക് ചേരാൻ സാധിക്കും. പിന്നെ RIT 11K ഏകദേശം ആകുമ്പോഴേക്കും നമുക്ക് RITയിൽ ലാസ്റ്റ് റാങ്ക് വരുന്നുണ്ട്. പിന്നെ NSSലും 11K തന്നെയാണ് വരുന്നത്. പിന്നെ GEC വയനാടിൽ എക്സാക്റ്റ് നമ്പർ അതായത് ലാസ്റ്റ് റാങ്ക് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. 30K എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ 30K റേഞ്ചിൽ ആണ് നമുക്ക് ഇത് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. പിന്നെ GEC കണ്ണൂരിലും 11K റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. പിന്നെ GEC പാലക്കാടിൽ ഏകദേശം 10K ആണ് നമുക്ക് ഏകദേശം വരാറുള്ളത്. പക്ഷേ ഇതിൽ 9.9K ഒക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് ഇലക്ട്രിക്കലിന്. പിന്നെ GEC ഇടുക്കി 30K ആണ്. ഇതിൻ്റെ എക്സാക്ട് നമ്പർ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ GEC ബാർത്തനിൽ 9K ആ റേഞ്ച് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ. ഇത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയുടെയാണ്. അപ്പോൾ കുറേ കാറ്റഗറീസ് ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് മെറിറ്റ് ഒരു ജനറലായിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. താങ്ക്